ഇതിലൂടെ ഒന്ന് നൈറ്റ് റൈഡ് അടിച്ച് നോക്കിയതാണ്. പകല് ചൂടായതുകൊണ്ട് നൈറ്റ് റൈഡ് പോകാൻ ഓർത്തതാ. പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. ഒട്ടും സേഫ് അല്ലാത്തൊരു ഏരിയയിലാണ് ഞാൻ വന്ന് പെട്ടത്. നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്തിലെ കാഴ്ചകളാണ് കാണാൻ പോണത്. കേരളവും ഗുജറാത്തും തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഭയങ്കര വിലക്കുറവാണല്ലോ ഗുജറാത്തിൽ. 99 രൂപയുള്ളൂ പെട്രോളിന്. അറിയാതെ വന്ന് ഓടിച്ചു കയറിയത് എക്സ്പ്രസ് ഹൈവേയിൽ. തിരിച്ചിറങ്ങുമ്പോൾ ഇനി ഫൈൻ കിട്ടുമല്ലോ. താഴത്താണെങ്കിൽ പോലീസ് ജീപ്പും കിടപ്പുണ്ട്. 1000 ആണോ 500 ആണോ അറിയില്ല. എന്തായാലും തിരിച്ചിറങ്ങുമ്പോൾ പൈസ പോകും. ഗുജറാത്തിൽ എവിടെ ചെന്നാലും വെജ് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ വാങ്ങിയത് വെജ് ബിരിയാണിയാണ്. സംഭവം നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഇവിടെ ഒരുത്തനും ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല. ഇവന്മാര് നിർബന്ധം പറയണം ഗുജറാത്തിൽ തന്നെ പറയണമെന്നാണ് ഇവന്മാര് നിർബന്ധം പറയണത്. അങ്ങനെ നമ്മളിതാ താനെ കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നിപ്പോൾ ഉള്ള ഗുജറാത്തിലെ സൂറത്തിലാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഗുജറാത്താണ് നമ്മളിന്ന് കാണാൻ പോണത്. എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണം, ഗുജറാത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഗുജറാത്തിലൂടെയുള്ള റോഡ് ട്രിപ്പാണ് നേരെ രാജസ്ഥാനിലേക്ക്. ഒരു 2 ദിവസം മിക്കവാറും നമ്മൾ ഗുജറാത്തിലൂടെ കറങ്ങി പതിയായിരിക്കും രാജസ്ഥാനിലേക്ക് പോണത്. ഇവിടെയൊക്കെ നല്ല ചൂടാട്ടെ. ഇപ്പോൾ ഒരു 10 മണി സമയമായി ഞാൻ ഇറങ്ങിയിട്ട് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട്. ഇവിടുന്ന് ഈ ഒരു സമയത്ത് വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യം ടാസ്ക്കാണ്. ഒരു 11 മണി 12 മണിയാകുമ്പോൾ എവിടെയെങ്കിലും ഒതുക്കേണ്ടി വരും മിക്ക. ഗുജറാത്തിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് പെട്രോൾ അടിക്കാൻ പോയാട്ടോ. ഇവിടുത്തെ പെട്രോൾ പൈസ എത്രയാണെന്ന് നോക്കാം. പെട്രോൾ കിത്തന 99. ഓ ഇവിടെ ഭയങ്കര വിലക്കുറവാണല്ലോ ഗുജറാത്തിൽ. 99 രൂപയുള്ളൂ പെട്രോളിന്. 8 ലിറ്റർ. ആ അപ്പോൾ നമ്മൾ ഗുജറാത്ത് വിടുന്നതിന് മുമ്പ് പെട്രോൾ വീണ്ടും ടാങ്ക് ഫുള്ളാക്കിയിട്ട് വേണം പോകാൻ. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലെ റോഡുകൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വണ്ടികൾ പോകണ കണ്ടില്ലേ. തോന്നണ വഴിക്കാണ് തോന്നണ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. 8ന്റെ പണി കിട്ടും നോക്കി ഓടിച്ചില്ലെങ്കിൽ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റോങ് സൈഡാണ്. അതും ബൈക്കുകൾ മാത്രമല്ല കേട്ടോ, വലിയ വണ്ടികൾ വരെ ഈ ഇവിടുത്തെ റോഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോങ് സൈഡാണ് പോകണം. പിന്നെ ഹെൽമെറ്റൊന്നും പിന്നെ ഇവിടെ ആരും തന്നെ യൂസ് ചെയ്യണില്ല. വളരെ റെയറായിട്ട് ഹെൽമെറ്റ് വെച്ചവരെ തന്നെ കാണാനുള്ളൂ. വെയിലെന്ന് പറഞ്ഞാൽ ദേവൃത്തം കയറി പോകണം കണ്ടില്ലേ. ഇതേപോലെയാണ്. പെട്ടെന്നായിരിക്കും ആൾക്കാർ കയറി വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടി മുട്ടും. ഉമ്മാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ വണ്ടി കേരളം കൂടി ആയതുകൊണ്ട് മുട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഗുജറാത്തിലൊന്നും അധികം കറങ്ങാൻ പ്ലാനില്ല. ശരിക്കും ഒരു റോഡ് ട്രിപ്പ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിലമ്പഴി വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ചൂടാണ്. നേരത്തൊക്കെ ഫുള്ള് ചൂടൂര് പൊങ്ങിയിട്ട് 2 ദിവസം റൂമിൽ കിടക്കിയിരുന്നു ഗുജറാത്തിലേക്ക് വന്നപ്പോൾ. അങ്ങനെ ഇനി ഇവിടുന്ന് നേരെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഗുജറാത്തും രാജസ്ഥാനും പഞ്ചാബും കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും കാശ്മീരിലേക്ക് കയറണം. അതാണ് പ്ലാൻ. ഇനിയിപ്പോൾ റോഡ് ട്രിപ്പ് മാത്രമായിരിക്കും കൂടുതലും കാണാൻ പറ്റുന്നത്. ഗുജറാത്തിലെ റോഡുകളൊക്കെ നല്ല കിടിലൻ റോഡുകളാണ്. വണ്ടി ഓടിച്ച് നല്ല പറക്കാം. വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ല. മെയിനായിട്ടുള്ള ടൗണുകൾ കിട്ടുന്ന ആ ഒരു ഭാഗം മാത്രമേ തിരക്കുള്ളൂ. പിന്നെ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. അതുകൊണ്ട് നല്ല വെടിയും പുകയിട്ട് പോകാം. പക്ഷേ ഇവിടെ വരേണ്ടത് ശരിക്കും ഒരു വിൻ്റർ സീസണിലാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിലും വഴിയൊന്നും പകൽ ഇറങ്ങാൻ പറ്റില്ല. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഒരു 11 മണിയായിട്ടുള്ളൂ. ഇനി എവിടെയെങ്കിലും കൊണ്ട് വണ്ടി നിർത്തേണ്ടി വരും. നമ്മൾ ഓടിക്കയറി വന്നത് എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് കേട്ടോ. ചെറിയൊരു ഡൗട്ട് കുടുങ്ങിയിട്ടുണ്ട്. വണ്ടി മിക്കവാറും തിരിക്കേണ്ടി വരും. താഴത്താണെങ്കിൽ പോലീസും കിടപ്പുണ്ട്. ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ നേരം മിക്കവാറും ഫൈൻ അടിക്കും. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് എക്സ്പ്രസ് ഹൈവേ ആണെന്ന്. ഇവിടെ ഇതിലും വഴിയുള്ള റൈഡിൽ നമുക്ക് പണി കിട്ടുന്നത് ഇതാണ്. ഇന്ത്യ ട്രിപ്പിൽ ഇങ്ങനെ കുറച്ച് ഫൈൻ കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് എനിക്ക് 2 പ്രാവശ്യം കിട്ടി പണി. പക്ഷേ 2 പ്രാവശ്യം തന്നെ വെറുതെ കിട്ടും. പക്ഷേ ഇവിടുന്ന് ഇത് മിക്കവാറും എനിക്ക് ഫൈൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. താഴത്തേക്ക് ചെല്ലുമ്പോൾ ഗുജറാത്ത് പോലീസിൻ്റെ തെറിയേക്കേണ്ടി വരും. ഇവന്മാർ ഇനി എന്താണ് പറയണത്, എത്ര ഫൈൻ വാങ്ങണമെന്നൊന്നും അറിയില്ല കേട്ടോ. 400 cc മേലെയുള്ള ലോങ് റൈഡ് പോണ വണ്ടി ഫുൾ ഗിയറൊക്കെ ഇട്ട് ഫുൾ സേഫ്റ്റിയിൽ പോണ ആൾക്കാരെ കൂടി ഈ ഒരു നാഷണൽ ഹൈവേയിൽ കയറ്റി വിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? അത് ശരിക്കും നല്ലൊരു ഉപകാരമായിരുന്നു. ഇനിയിപ്പോൾ നേരെ ഓടിച്ചെന്ന് ഗുജറാത്ത് പോലീസിൻ്റെ തെറിയും കേൾക്കാം, ഫൈൻ അടക്കാം. എന്നിട്ടായിരിക്കും ഇനി മുമ്പോട്ടുള്ള യാത്ര നീങ്ങുക.
പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇതിലം വഴി പോയപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ അതില്ല. അവരിവിടെ ഉണ്ടായിരുന്ന മിക്കവാറും എന്നെ പിടിച്ച് ഫൈൻ അടിച്ചേനെ. അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇനിയിപ്പോൾ ഈ സർവീസ് റോഡ് കയറി നേരെ വിടാം. എക്സ്പ്രസ് ഹൈവേ നമ്മൾ മഹാരാഷ്ട്രയിലും ഇവിടെയൊക്കെ വരാൻ നേരം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടൂല. നമ്മൾ ഒരു ലേശം കയറിപ്പോയാൽ മതി, അവർ അപ്പം തന്നെ ഫൈൻ അടിക്കും. മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ പിടിച്ചതാണ്, പക്ഷേ ഫൈൻ കിട്ടിയില്ല. വെയിലായതുകൊണ്ട് ഒരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാൻ നിർത്തി. ഇവിടെയൊന്നും ചിക്കനും സാധനങ്ങളൊന്നും നോണൊന്നും കിട്ടൂല കേട്ടോ. ഫുള്ള് വെജ് മാത്രമേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മറ മുഖമൊക്കെ മാറി. വെജ് ബിരിയാണി എന്തായാലും കിടിലൻ ടേസ്റ്റാണ്. ഗുജറാത്തിലെ വെജ് ബിരിയാണി നിങ്ങൾ ഈ വഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അങ്ങനെ നമ്മൾ ഗുജറാത്തിലെ കുറച്ച് ആൾക്കാരോട് ഇവിടുത്തെ കൂലി, ഇവരുടെ വരുമാന ജീവിത കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവർക്കൊക്കെ ഇവിടെ ഒരു 300, 400, 500 ആ റേഞ്ചിലാണ് ഇവിടെ പണിയെടുത്താൽ ഇവർക്ക് പൈസ കിട്ടണത്. ജീവിത ചെലവുകളൊക്കെ വളരെ കുറവാണെന്നൊക്കെയാണ് ഇവർ പറയണത്. എങ്കിലും ഇവിടുത്തെയൊക്കെ പണിക്കാശൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇവർക്കൊന്നും പലർക്കും ഹിന്ദി പോലും അറിയില്ല. ഗുജറാത്തി തന്നെ ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കണം. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാണ് പലരോടും നമ്മൾ സംസാരിക്കണത്. സമയം ഇപ്പം 5 മണിയാവാനായി. ഇവിടെ ഒന്നും ഒരു തുള്ളി പോലും ചൂട് പറഞ്ഞിട്ടില്ല. വണ്ടി ഓടിക്കാനേ പറ്റണില്ല. നമ്മളിപ്പോൾ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്കാണ് പോണത്. അഹമ്മദാബാദ് എത്താനായിട്ടുള്ളൂ. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഈ റൂട്ടിലൊന്നും. ഫോണൊക്കെ ഹീറ്റായിട്ട് ചാർജ് പോലും ആകാത്ത അവസ്ഥയാണ് ശരിക്കും ഈ ഒരു റൂട്ടിൽ. 8 ലിറ്റർ 8 ലിറ്റർ. देख लेता हूँ. 90% ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ദേഷ്യം വരും. ഇവർ മാക്സിമം ഗുജറാത്തി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് കൂടുതലും പല സ്ഥലങ്ങളിൽ നിന്നും പറയുന്നത്. ഹിന്ദി പലർക്കും അറിയില്ല കേട്ടോ. അറിയാവുന്നവരുണ്ട്, എങ്കിലും കൂടുതൽ ആൾക്കാർക്ക് ഹിന്ദി നന്നായിട്ട് അറിയില്ല ഇവിടെ. പ്രാവശ്യം കേട്ടോ 800 രൂപ റേഞ്ചിൽ പെട്രോൾ അടിക്കണത്. മാക്സിമം ഇന്ന് നമ്മൾ രാജസ്ഥാൻ കയറാനുള്ള പിടുത്തമാണ് ഇവിടുന്ന് പിടിക്കണത്. എങ്ങനെയെങ്കിലും ചൂടൊഴിവാക്കി ഒന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകണം. അഹമ്മദാബാദ് ടൗണൊന്നും നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചൂടാട്ടോ. ഈ കാണുന്ന കാറുകളുടെ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഹീറ്റും ചൂടും ചൂടുകാറ്റും ഒക്കെ കൂടിയായിട്ട് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ഇവിടെ ഈ സിറ്റിക്കകത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. ഇങ്ങോട്ട് വന്നവരെ നമ്മൾ മുംബൈ, പൂനെ വരെയുള്ള, താനെ വരെയുള്ള എല്ലാ ടൗണിലും കയറി കറങ്ങിയാണ് പോകുന്നത്. പക്ഷേ ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഒന്നും നടക്കില്ല. ഒരു ടൗണിലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വിൻ്റർ സീസണിൽ മാത്രമേ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും എന്നുള്ളതാണ്. ഒന്നും നമുക്കിവിടെ ഒരു 5 മിനിറ്റ് പോലും റോഡ് സൈഡിൽ പോലും വണ്ടി നിർത്തി നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. ഈ ട്രെയിൻ അടിക്കാനുള്ള പ്ലാനാണ് നേരെ രാജസ്ഥാനിലേക്ക്. ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടില്ലേ, വിജനമായ റോഡുകളാണ്. ഇടയ്ക്കൊക്കെയാണ് ഒരു വണ്ടിയോ വെട്ടോ വെളിച്ചോ ഒക്കെ കാണാൻ പറ്റുന്നത്. വീടും കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല കേട്ടോ. കന്നുകാലികളൊക്കെ ഈ റോഡുകളിൽ വളരെ കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുജറാത്തിലെ റോഡുകളിൽ രാത്രി വണ്ടി ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം ഫോഗ് ലാമ്പൊക്കെ ഇട്ട് പോകണതാണ് ഇതിലും വഴി സേഫ്. 7-8 മണി സമയം കിട്ടുള്ളൂ കേട്ടോ. രാത്രിയൊക്കെ ഇവിടെ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ വിജനമായ റോഡുകളാണ്. പല സ്ഥലങ്ങളിലും വീടുകളില്ല, ഒഴിഞ്ഞ പറമ്പുകൾ. ശരിക്കും നമ്മൾ ഈ ഒരു റൂട്ടിലൊക്കെ രാത്രി യാത്ര ചെയ്യാവോ എന്ന് പോലും അറിയില്ല. വെറുതെ ഗൂഗിൾ മാപ്പിട്ട് ഒരൊറ്റ വിടൽ വിടിയാണ്. ഇനിയിപ്പോൾ രാത്രി നേരെ രാജസ്ഥാൻ ബോർഡർ കയറിയിട്ട് എവിടെയെങ്കിലും റൂം എടുക്കാമെന്നുള്ളൊരു പ്ലാനാണ് ശരിക്കും. ഒരുപാട് നേരമായിട്ടും ഞാൻ ഈ വിജനമായ സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവസാനം നമ്മൾ ഈ ഒരു കടേൻ്റെ അവിടെ എത്തി. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ച് ഈ ഒരു റൂട്ടിൽ രാത്രി യാത്ര ചെയ്യണ സേഫാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ്
നൈറ്റ് രാജസ്ഥാൻ ബോർഡർ കടക്കണത് സേഫ് അല്ല, സേഫ് റൂട്ടാണെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഇവരോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പെട്രോൾ പമ്പിൽ ഒന്ന് ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവർ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് നിന്നില്ല, നമുക്കറിയില്ലല്ലോ ആകെ. അതുകൊണ്ട് ഒരു പെട്രോൾ പമ്പിൽ ഒന്ന് സംസാരിച്ച് ഇവിടെ സെറ്റാക്കി തന്നു. അങ്ങനെ അവർ പോയി. അങ്ങനെ ഞാനിവിടെ ഇന്ന് ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പിലാണ്.